പ്രിയമുള്ളവരെ നമസ്കാരം. VRV ആണ്. ഏകജാലക എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അതേപോലെ തന്നെ സാന്നിധ്യവും സ്നേഹവും സഹകരണവും എല്ലാം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വിദ്യാഭ്യാസപരമായ തൊഴിൽപരമായ എല്ലാ സേവനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഉദ്യമത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഞാനൊരു ഉദാഹരണം കൂടെ പറയുകയാണ്. നമ്മൾ സാധാരണ വീട് വെക്കാൻ നേരത്ത് വീടിൻ്റെ പ്ലാൻ എല്ലാം റെഡിയാക്കും. ഇപ്പോൾ 3Dയിൽ പുതിയ ആപ്ലിക്കേഷൻ പുതിയ സോഫ്റ്റ്വെയർ എല്ലാം വീട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരികയാണ്. അപ്പോൾ നമ്മൾ പറയാറില്ല വീട് വെച്ച് തീരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഉപരി വീട് പണി തുടങ്ങുമല്ലേ അങ്ങനെയൊക്കെ വേണോ എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. എത്രത്തോളം വീടിൻ്റെ ചിത്രം ഭാവിയിൽ വരാൻ പോകുന്ന വീടിൻ്റെ ചിത്രം എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമോ അത്രത്തോളം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സത്യമല്ലേ? അതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ വസ്തു നോക്കുന്ന സമയത്ത് ആ വീടിൻ്റെ വസ്തുവിന് അനുയോജ്യമായ വീടായിരിക്കും നമ്മൾ പണിയുന്നത്. വസ്തുവിന് അനുയോജ്യമല്ലാത്ത വീട് നമുക്ക് പണിയാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്ലാനും വീടിൻ്റെ നിർമ്മാണവും ഞാൻ കുട്ടിയുടെ ഭാവിയായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചും കുട്ടികളുടെ ഭാവി ഇനി അവർ 10 കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ അവരേത് അവസ്ഥയിലേക്കാണ് ജീവിതത്തിൽ പോകുന്നതെന്നുള്ളത് ഇതുവരെയുള്ള നമ്മുടെ ജീവിതവും മറ്റ് ജീവിതവും താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് അത് അറിയാൻ പറ്റും. അപ്പം ഇതേ ഒരു കാര്യം അവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായ കരിയർ കണ്ടെത്താനായിട്ടായിരിക്കണം നമ്മൾ തീർച്ചയായും ഒരു എഫേർട്ട് എടുക്കേണ്ടത്. കാരണം ഒരു വസ്തു ആ വസ്തുവിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീട് ആ വസ്തുവിന് അനുയോജ്യമല്ല എങ്കിൽ തീർച്ചയായും ആ വസ്തുവിൽ നമുക്ക് ആ വീട്ടിൽ താമസിക്കുന്നതിലും ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇതേപോലെ തന്നെ കുട്ടിക്ക് അനുയോജ്യമായ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്തില്ല എങ്കിൽ നാളെ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറ്റപ്പെടും. അപ്പം അവരുടെ താല്പര്യങ്ങൾ, അവരുടെ കഴിവുകൾ, അവരുടെ വ്യക്തിത്വം ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ നമുക്കിവിടെ ഫ്യൂച്ചർ ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഒരു AI ടൂളുണ്ട്. ഈ ടൂളിൻ്റെ സഹായത്തോടു കൂടി കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അവരുടെ വ്യക്തിത്വവും അവരുടെ താല്പര്യവും അവരുടെ അഭിരുചിയും കാര്യങ്ങളും എല്ലാം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായ മേഖലയിലേക്ക് അവരെ നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരു കൃത്യമായ ഒരു പ്ലാൻ നമ്മുടെ കുട്ടിയെക്കുറിച്ച് നമുക്ക് കാലേക്കുട്ടി തന്നെ അറിയാൻ കഴിയുവാണെങ്കിൽ അവരെ ശരിയായ ഒരു ഭാവിയിലേക്ക് നമുക്കവരെ നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ഏകജാലക കേന്ദ്ര സ്റ്റുഡൻറ് സർവീസ് കേന്ദ്രയിൽ നിന്നും നമ്മൾ സാധ്യമാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സേവനം പ്രയോജനപ്പെടുത്തുകയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സാധാരണഗതിയിൽ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും അതിനെ ചികിത്സിക്കണം എന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നീടാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ചില നീക്കിയിരിപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട്. കൊച്ചു ക്ലാസ്സുകളല്ലേ, പിന്നീടാകട്ടെ എന്ന ചില തീരുമാനങ്ങൾ. ഞാനൊന്ന് പറയട്ടെ, 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അവരെ ആ കഴിവുകൾ പരിപോഷിപ്പിക്കാനായിട്ട് നമ്മൾ സഹായിക്കണം. 9ാം ക്ലാസ് മുതൽ നമ്മൾ തുടങ്ങണം അവർക്ക് ഏത് കരിയറിലേക്ക് പോകാനാണ് താല്പര്യമെന്ന് കണ്ടെത്താൻ. അത്തരത്തിൽ കണ്ടെത്തി അവരെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ +1ലേക്ക് അവരെടുക്കുന്ന കോഴ്സ് തന്നെ അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെയായിരിക്കണം. അത്തരത്തിൽ അവരെ നയിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ലക്ഷണങ്ങളിൽ തന്നെ അസുഖങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ താല്പര്യത്തെയും ഭാവിയും കണ്ടെത്തി ശരിയായി അവരെ നയിക്കുകയായിരിക്കും. നല്ല ഭാവിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരിക്കും. സത്യമല്ലേ?